ഓർക്കുമ്പോൾ? സാറ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ജനനായകനായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയക്കാർക്കും മറക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു നേതാവും ഒരിക്കലും ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആ സ്മരണയുടെ മുമ്പിൽ ഇന്നും ഞങ്ങൾ നമിക്കുന്നു. ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ളൊരു അടുപ്പം? സാറ് ഞങ്ങൾ പെരുന്തോള ഗ്രാമപഞ്ചായത്തിലാണ്, ഞങ്ങൾ മുൻ മെമ്പർമാരാണ്. അപ്പോൾ സാർ ഞങ്ങളുടെ അവിടെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും തറക്കല്ലിടാനും അതേപോലെ കുടുംബശ്രീയുടെ പരിപാടി ഉദ്ഘാടനത്തിനും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആ സാറുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു അനുഭവം? ഓർത്തിരിക്കാൻ പറ്റുന്ന അനുഭവം എന്ന് പറയുമ്പോൾ സാർ ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ എന്ത് തന്നെ ചെന്ന് ഒരു രോഗികളുടെ ഒരു ആവശ്യമായിട്ട് ചെന്ന് പറയുമ്പോൾ ആ കാരുണ്യ പദ്ധതി അതിലൂടെ നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള സന്മനസ് സാർ കാണിച്ചിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? പെരുങ്കുളമുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർമാരാണ്. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടിയിൽ നമ്മുടെ അവിടെ ഒരു കിടപ്പിലായ ആക്സിഡൻറ്റ് മുഖാന്തരം തളർന്ന് കിടപ്പിലായ ഉദയൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ നമ്മുടെ മണ്ഡലം പ്രസിഡൻറ്റും പാർട്ടി നേതാക്കളുമായി സാറിൻ്റെ അടുത്ത് എത്തിച്ചു. സാറ് ഉടൻ തന്നെ 50,000 രൂപയാണ് ആദ്യം പറഞ്ഞത്. അപ്പം സാർ പോരാ സാർ, അത് പറ്റില്ല. പാവം ഉടൻ തന്നെ 1,00,000 രൂപ എഴുതി ആ സ്പോട്ടിൽ തന്നെ ചെക്ക് കൊടുത്ത് ആ കുടുംബത്തെ കൈത്താങ്ങി. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ പെരുങ്കുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും ദൂരം പോലും ആയിട്ട് സാറിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ സാറിൻ്റെ പെരുങ്കിടവിള, തിരുവനന്തപുരം നെയ്യാറ്റിൻകര പെരുങ്കിടവിള. അപ്പോൾ അവിടെ ഇതിനു വേണ്ടി തന്നെ വന്നത്. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു കാര്യം, എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെയൊന്നും പറയാനില്ലെങ്കിൽ പോലും ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ആശ്വസിക്കുകയും സമാധാനവും കിട്ടുന്ന ഒരു നേതാവാണ്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാരുണ്യപ്രവൃത്തികളൊന്നും ആർക്കും മറക്കാൻ പറ്റാവുന്നതാണ്. എൻ്റെ ചേട്ടൻ മണ്ഡലം പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് കാലിൻ്റെ എല്ലുമാറിൻ്റെ ഒരു കേസിന് വേറൊരു ടീമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് സാർ അത് ഇച്ചിരി താമസിക്കുമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൂടി വന്ന് അമ്മച്ചി കരഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി സാറ് കൊടുത്ത് സാധിച്ചതാണ്. ഒരു കാര്യം സാറിനെ കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കിപ്പോൾ ഇത് ഈ മൈക്ക് കിട്ടിയ കാരണം എന്ത് പറയണമെന്ന് എനിക്ക് അപ്പം എന്നാലും ഞാൻ പറയാണ്, സാറിൻ്റെ ഓർമ്മ കൊണ്ടാണ്. ഞാൻ എഴുപന്നേ ഉള്ളതാണ്, എൻ്റെ വീട് എഴുപന്നെയാണ്. തിരുവനന്തപുരം അല്ല, ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റം. അപ്പം സാറിനുള്ള ഓർമ്മ കൊണ്ടാണ് ഞാൻ രാവിലെ വല്ലതും നിർത്തി. മഴയും വണ്ടിയുടെ കുറവും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ താമസിച്ചു പോയത്. അപ്പം സാറിൻ്റെ എല്ലാ വർഷവും എനിക്ക് വന്നോന്ന് ആഗ്രഹമുണ്ട്, ജീവിച്ചിരുന്ന കേട്ടോ. വലിയ ജനപങ്കാളിത്തത്തോടെ 1-ാം വാർഷികത്തിൽ വ്യക്തിപരമായി എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. 2-ാം വാർഷികത്തിൽ അതിലും വലിയ ജനപങ്കാളിത്തം. ഇനിയും തുടർന്നുള്ള വാർഷിക ദിനം ഒരു വലിയ ജനപങ്കാളിത്തത്തോടെ സാറിൻ്റെ ഓർമ്മകൾ കേരള പൊതുസമൂഹം, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മാതൃകാ പുരുഷനായി ജീവിച്ച ഒരു അതുല്യ പ്രതിഭ എന്ന നിലയിൽ എന്നേക്കും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ബഹുമുഖ പ്രതിഭയാണ് ഉമ്മൻചാണ്ടി സാർ. ആ ഓർമ്മകൾ മലയാളി മനുഷ്യനുള്ളിടത്തോളം കാലം തുടരും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.